പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൻ്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ഓഫീസ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ് ഇവയെക്കുറിച്ചുമാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ്, ജോലിസ്ഥലത്ത് ഉള്ള ആശയവിനിമയം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. That means we will meet a variety of communication styles. We need to understand how language can mean different things to different people. We need to know how to communicate directly and to clarify expectations. അതായത് നമ്മൾ എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ നിങ്ങൾ ഒരുപാട് എക്സസൈസുകൾ ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ആ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്ന് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഡിസ്ക്രൈബിങ് വൺസ് ജോബ്, ഒരാൾ സ്വന്തം ജോലിയെപ്പറ്റി വിശദീകരിക്കുകയാണ്. മിസ്റ്റർ സുരേഷ് ഓഫ് ബെസ്റ്റ് കോട്ട്സ് ഡിസ്ക്രൈബിങ് ഹിസ് ജോബ്. ബെസ്റ്റ് കോട്ട്സ് എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരനായ സുരേഷ് അയാളുടെ ജോലിയെപ്പറ്റി വിശദീകരിക്കുകയാണ്. ഐ ആം എ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് വർക്കിംഗ് ഫോർ ബെസ്റ്റ് കോട്ട്സ്. അയാൾ പറയുന്നത് ഞാനൊരു കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവാണ് വർക്കിംഗ് ഫോർ ബെസ്റ്റ് കോട്ട്സ് എന്ന കമ്പനിക്ക് വേണ്ടി, ബെസ്റ്റ് കോട്ട്സ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മാനുഫാക്ചറിങ് ഫേം. അതൊരു മാനുഫാക്ചറിങ് ഫേമാണ്. മൈ ഓഫീസ് ഈസ് അറ്റ് കളമശ്ശേരി. എൻ്റെ ഓഫീസ് കളമശ്ശേരിയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years and 3 months. അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷവും 3 മാസവും ആയിരിക്കുന്നു. മൈ വർക്കിംഗ് അവേഴ്സ് ആർ ഫ്രം 9 AM to 5 PM. അങ്ങനെ അത്തരത്തിൽ അയാൾക്ക് അയാളുടെ ജോലിയെപ്പറ്റി വിശദീകരിക്കാൻ സാധിക്കും. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്. റൈറ്റ് ഡൗൺ യുവർ ഓൺ ആൻസേഴ്സ് വിത്ത് ഇമാജിനറി നെയിംസ് ആൻഡ് ഫേംസ് എബൌട്ട് എ ജോബ്. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു പേരും ജോബിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരും എഴുതിയിട്ട് സാങ്കല്പികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു ജോലിയെപ്പറ്റി നിങ്ങൾ വിശദീകരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഡിസ്ക്രൈബിങ് വൺസ് വർക്ക് പ്ലേസ്, ഒരാളുടെ ജോലി സ്ഥലത്തെ പറ്റി വിശദീകരിക്കുക. അപ്പോൾ അതിൽ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഇറ്റ്സ് എ കേരളാസ് ലാർജസ്റ്റ് ചിട്ടി കമ്പനി ഇൻ ദ ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ചിട്ടി കമ്പനിയാണ് KSFE. ദെൻ ഓഫേഴ്സ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ചിട്ടി ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ എക്സെട്ര. ഇറ്റ് ഓഫേഴ്സ് ഫിനാൻഷ്യൽ സർവീസസ്, അതായത് ഫിനാൻഷ്യലായിട്ടുള്ള ഫിനാൻഷ്യൽ സേവനങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ അത് നൽകുന്നുണ്ട്. ചിട്ടി കൊടുക്കുന്നു, ചിട്ടി ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട്, വെഹിക്കിൾ ലോൺ ഒക്കെ ഉണ്ട്. ദെൻ വൺ ഓഫ് ദി മോസ്റ്റ് ട്രസ്റ്റ്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. ദെൻ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് അറൗണ്ട് 20,000 പീപ്പിൾ, 20,000-ഓളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അടുത്തതായിട്ട് ഹാൻഡ്ലിങ് ആൻ ആംഗ്രി കസ്റ്റമർ, അതായത് ദേഷ്യം വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമറെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ രീതികൾ, അവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് പറയുന്നത് വി ഷുഡ് റിമെയിൻ കാം. എത്ര ദേഷ്യപ്പെട്ട് വരുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ ശാന്തമായിട്ട് വേണം അയാളോട് പ്രതികരിക്കാൻ. അയാളോട് ഇരിക്കാൻ പറയണമെങ്കിൽ ഇരിക്കാൻ പറയുക. അതിനുശേഷം അയാൾക്കൊരു ശാന്തത മനസ്സിന് കൊടുക്കുന്ന തരത്തിൽ വേണം നമ്മളുടെ റിപ്ലൈയോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഉണ്ടാവാൻ. നെക്സ്റ്റ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും അത് മുഴുവനായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ. അയാൾ പറയുന്ന എന്താണോ വ്യക്തമായിട്ട് അയാളുടെ കരുതുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് കേൾക്കുക. മൂന്നാമത്തെ പോയിൻ്റ് റിപ്പീറ്റ് ബാക്ക് വാട്ട് യുവർ കസ്റ്റമേഴ്സ് സേസ്. നമ്മൾ വീണ്ടും
ആവർത്തിച്ചിട്ട് കേൾക്കാം. അവരെന്താണ് വീണ്ടും പറയുന്നത്, അവർക്ക് ഏത് പോയിന്റിലാണ് അവർക്ക് കൂടുതൽ പ്രശ്നമുള്ളത്, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളതും അതിലേതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഏത് പ്രശ്നത്തിനാണ് അവർ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവരുടെ അടുത്ത് നിന്ന് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ താങ്ക് ദം ഫോർ ബ്രിങ്ങിങ് ദ ഇഷ്യൂ ടു യുവർ അറ്റൻഷൻ. നെക്സ്റ്റ് ചെയ്യേണ്ടത് അയാളോട് നന്ദി പറയലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് അവരോട് നന്ദിയുണ്ട് നമുക്ക് എന്നുള്ളത് അവരെ അറിയിക്കണം. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് യു വിൽ ടേക്ക് ടു സോൾവ് ദ പ്രോബ്ലം. പിന്നെ അതിനുശേഷം നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നുള്ളത് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, അത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇത്ര ദിവസത്തിനകം ചെയ്ത് തീർക്കാം എന്നുള്ളത് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നെക്സ്റ്റ് സെറ്റ് എ ടൈം ടു ഫോളോ അപ്പ് വിത്ത് ദം ഇഫ് നീഡഡ്. അപ്പോൾ അതിനുശേഷം ഒരു സമയം നമുക്ക് പറയാം, ഇത്ര ദിവസത്തിനകം അല്ലെങ്കിൽ ഇത്രാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനകം നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ച് തരുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അവരെ അറിയിക്കുക. പിന്നെ ബി സിൻസിയർ, വളരെ ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ സത്യസന്ധമായിട്ടും വേണം അവരോട് പ്രതികരിക്കാനും പറയാനൊക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം അവരോട് നമ്മൾ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട്. ദെൻ ഹൈലൈറ്റ് ദ കേസ് പ്രയോറിറ്റി. അത് ഏത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രത്യേക കേസ് വരുന്ന സമയത്ത് ആ കേസിന് മറ്റുള്ള കേസുകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തെ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റിക്കനുസരിച്ച് കാണാൻ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ട് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ കമ്പനിക്ക് നല്ലതായിരിക്കും. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്. A customer purchased a new laptop from a well-known computer manufacturer. A few months later, the laptop malfunctions and the customer wants the company to replace the laptop or provide service that's free of charge. അതായത് ഒരു കസ്റ്റമർ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുകയാണ്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിന് എന്തൊക്കെയോ കംപ്ലൈൻറ്റ് കാണുകയും അതിനുശേഷം കസ്റ്റമർ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്തു. എന്നിട്ട് പറയുകയാണ് ലാപ്ടോപ്പ് എനിക്ക് മാറ്റിത്തരണം, അതല്ലെങ്കിൽ ചിലവില്ലാതെ അത് സർവീസ് ചെയ്തു തരണം എന്നുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദ കമ്പനി റെസ്പോൺസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ. കമ്പനി പറയുന്നത് അവർ റെസ്പോൺസിബിൾ അല്ല. ആൻഡ് ദാറ്റ് ദേ വുഡ് നോട്ട് റീപ്ലേസ് ദ ലാപ്ടോപ്പ് ആസ് ഇറ്റ് ഷോഡ് സൈൻസ് ഓഫ് സം പാർട്സ് ബീങ് ഷോർട്ട് സർക്യൂട്ട് ബിക്കോസ് ഓഫ് വാട്ടർ. വെള്ളം വീണിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മോശമായി പോയതാണ് എന്നുള്ളത് അവർക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് കമ്പനി മറുപടി പറയുന്നത്. ബട്ട് ദ കസ്റ്റമർ ഡു നോട്ട് എഗ്രി വിത്ത് ദിസ്. പക്ഷേങ്കിൽ കസ്റ്റമർ അത് അംഗീകരിച്ച് തരുന്നില്ല. Then all of his calls the company's customer service department were met with one negative excuse after another. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കേസ് ആവുമ്പോൾ കമ്പനിക്ക് യാതൊരു ബാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലാണ് പിന്നീട് അയാൾ വിളിക്കുന്ന കോളുകൾക്കൊക്കെ മറുപടി കിട്ടുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ കസ്റ്റമർ ഹാസ് ബിക്കം വെരി ആംഗ്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. ദെൻ ഹൗ വിൽ യു ഡീൽ സച്ച് എ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ആ സ്ഥാനത്ത്, അതായത് കമ്പനിയുടെ പ്രതിനിധിയായിട്ട് നിങ്ങളാണ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവരോട് മറുപടി പറയുക എന്നുള്ളത് ഒന്ന് സങ്കല്പിച്ചിട്ട് അത് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ടത് ടീച്ചറിനെ കാണിക്കുക. അടുത്തതായി ഡയറക്റ്റിംഗ് എ കസ്റ്റമർ ഓവർ ഫോൺ. ഒരു കസ്റ്റമർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ വേണ്ട ഡയറക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ടു ഹെൽപ്പ് എ കസ്റ്റമർ ഹു നീഡ്സ് ടു ഓപ്പറേറ്റ് എ പ്രോഡക്റ്റ് ഓവർ ഫോൺ. അതിന് ഒന്നാമതായിട്ട് വേണ്ടത് ഡയറക്റ്റ് ദം വേർ ദേ നീഡ് ടു ഗോ ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെയാണ് ആദ്യം പോവേണ്ടത് എന്ന്, ഏത് സെക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ പോവേണ്ടത് എന്നുള്ള കൃത്യമായ ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കുക. രണ്ടാമത്തത് റെഡ്യൂസ് വെയിറ്റിംഗ് ടൈം. പരമാവധി അവരുടെ വെയിറ്റ് ചെയ്യുന്ന സമയം കുറക്കണം. ആവശ്യമില്ലാതെ അവരെ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഇരുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് മടുപ്പുണ്ടാക്കും. നമ്മുടെ കമ്പനിയോട് അവർക്കൊരു വിദ്വേഷം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിറ്റിംഗ് ടൈം പരമാവധി കുറക്കുക. മേക്ക് സ്മോൾ ടോക്സ്. പരമാവധി വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം അവരോട് സംസാരിക്കുക. എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പിന്നെ യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. നല്ല പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരുടെ പ്രശ്നം എന്തായാലും പരിഹരിച്ച് കിട്ടുമെന്ന് അവർക്ക് തോന്നണം. പിന്നെ ബി ആൻ ആക്റ്റീവ് ലിസണർ.
നമ്മൾ എന്ത് അവർ പറയുകയാണെങ്കിൽ അത് കേട്ട് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണം. കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ഓഫർ അഡീഷണൽ ഫോളോ അപ്പ് ഇഫ് നീഡഡ്. അവർക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പ്രശ്നം പരിഹരിച്ചിട്ടോ അല്ല അവർ പോവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം എന്നുള്ളത് അവരോട് ഓഫർ ചെയ്യണം. അത്തരത്തിലുള്ള സഹായം കൂടി അവർക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിൽ ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില ടോപ്പിക്കുകളുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് തരുന്നത്. ഒന്നാമത്തത് പ്രിപ്പയറിങ് എ ഡെയിലി ആൻഡ് എ വീക്ക്ലി വർക്ക് പ്ലാൻ. സാധാരണ രീതിയിൽ ഒരു ഓഫീസിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികളുണ്ടാവും, അതുപോലെ വീക്ക്ലി ചെയ്യുന്ന ജോലികളുണ്ടാവും. അതിനൊക്കെ വർക്ക് പ്ലാൻ തയ്യാറാക്കാറുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുക. പിന്നെ ഗിവിങ് ആൻഡ് റിസീവിങ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. പൊതുവായിട്ട് നമ്മൾ കൊടുക്കേണ്ട സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് കിട്ടേണ്ട നിർദ്ദേശങ്ങളുണ്ടാവാം, നൽകേണ്ട നിർദ്ദേശങ്ങളുണ്ടാവാം. അത് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം. പിന്നെ എൻക്വയറിങ് അബൌട്ട് ജോബ് വേക്കൻസി. നമ്മളൊരു ജോലിയെ പറ്റി ജോബ് വേക്കൻസി ഉണ്ട് അവിടെ എന്നറിയുകയാണെങ്കിൽ അതെങ്ങനെയാണ് അന്വേഷിക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഫേസിങ് ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ വേണ്ട ടെക്നിക്സുകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്. കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവായി ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം, അയാൾക്ക് എന്തൊക്കെയാണ് കടമകളുള്ളത് എന്ന് മനസ്സിലാക്കണം. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പ്രസൻറ്റിങ് എ സ്പെസിഫിക് ടോപ്പിക്. ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നമ്മളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ എമംഗ് യൂത്ത് തുടങ്ങിയ ഏതെങ്കിലും മേഖലകളെ പറ്റി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്തിട്ട് അതിന് എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് യൂണിറ്റായ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ള ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ് എന്നീ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇപ്പോഴെടുത്ത പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക. നന്നായി പഠിക്കുക. എല്ലാവരും നല്ല മാർക്ക് വാങ്ങി നല്ല വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു.